മസാലപ്പൊടി ഇനി കടയിൽ നിന്ന് വാങ്ങാൻ നമുക്ക് സ്വന്തമായിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്തല്ലോ. അത് നല്ല ചിക്കനും മീനൊക്കെ നല്ലൊരു അപാര ടേസ്റ്റും മണമൊക്കെ കിട്ടാനൊക്കെ ആയിട്ട് ഇതുപോലെ ഒരു മസാലപ്പൊടി ഉണ്ടാക്കി നോക്കി. ഒരു നുള്ള് മതി കേട്ടോ. ചിക്കൻ പൊരിച്ചതിൻ്റെയൊക്കെ മണം അപാര മണം നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് കാണിച്ചിട്ട് ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമുക്ക് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ ജീരകം, അതുപോലെ തന്നെ കറുവപ്പട്ട, ഗ്രാമ്പൂ, ഏലക്ക ഒക്കെ ആയിട്ടുള്ള എൻ്റെ മസാലപ്പൊടി. നമുക്ക് ചെറിയ മസാലപ്പൊടിയുള്ള മസാല നമുക്ക് കടകളിൽ നിന്ന് വാങ്ങാൻ കിട്ടുമല്ലോ. അപ്പോൾ അത് നമുക്ക് ഇതുപോലെ ഒരു കുറച്ചായിട്ട് വാങ്ങാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ വാങ്ങിയതിന് ശേഷം നമുക്ക് ഇതിന് ഈ പട്ട നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ ഒരു പട്ടയുടെ കോലിൻ്റെ ഫ്രണ്ടിലായിട്ട് അതായത് കണ്ടില്ലെങ്കിൽ ഇതുപോലെ ചെറിയ രീതിയിലൊക്കെ പൂപ്പലൊക്കെ ഉണ്ടാകും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഒന്ന് കഴുകി എടുത്തിട്ട് നമുക്കൊന്ന് ഇപ്പോൾ വെയിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കാം. അതല്ലെങ്കിൽ നല്ല കോട്ടൺ തുണിയിലേക്ക് ഇത് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് തുടച്ചെടുത്താൽ മതി. എന്നിട്ട് നമുക്ക് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ചട്ടിയിലേക്ക് ഇതുപോലെ നല്ലൊരു അടികട്ടിയുള്ള ഒരു ഉരുളിയിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കുക. ചൂടാക്കിയാൽ മാത്രം പോരട്ടെ, നന്നായിട്ടൊന്ന് വറക്കണം. ഒടിയാവുന്ന രീതിയിൽ നന്നായിട്ട് വറുത്തിട്ട് ഇതുപോലെ മിക്സിയുടെ ജാറിലേക്ക്, ചെറിയ ജാറിലുണ്ടെങ്കിൽ നന്നായിട്ട് പൊടിച്ചെടുക്കുക. നല്ല മണമാണ് ഇത്. നിങ്ങൾക്ക് ഒരു